Good morning, students. University question paper last question ആണ് 16ാമത്തെ question. 16ാമത്തേല് B ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. A നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തു. ഇത് ലാസ്റ്റ് question 16B. ആ question പറയുന്നതാണ് solve the following LPP graphically. Maximize z is equal to 6x1 plus 11x2 subject to 2x1 plus x2 less than equal to 104, x1 plus 2x2 less than equal to 76, x1 greater than equal to 0, x2 greater than equal to 0. എത്ര മാർക്കാണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. 4 മാർക്ക്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഇതാണ്. പതിനാറ് ബിയിലെ ക്വസ്റ്റ്യൻ സോൾവ് ദ ഫോളോയിങ് LPP graphically. Maximize 6x1 plus 11x2 subject to 2x1 plus x2 less than equal to 104, x1 plus 2x2 less than equal to 76, x1 greater than equal to 0, x2 greater than equal to 0. ഇതാണ് നമ്മുടെ പ്രോബ്ലം. എന്താ എങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇതൊരു LPP പ്രോബ്ലം ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് അതിനെ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ ഇത് മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചിട്ട് ഗ്രാഫിക്കലി ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ? ഗ്രാഫിക്കലി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. X axis വരച്ചു, y axis. നമുക്ക് ചിലപ്പോൾ എക്സാമിനേഷൻ ഗ്രാഫ് പേപ്പർ തരും. ഗ്രാഫ് പേപ്പർ തരാണെങ്കിൽ നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ തന്നെ വയ്ക്കണം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. കൺസ്ട്രെയിൻസിൽ മാർക്ക് ചെയ്ത് x1 x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരയ്ക്കുന്നത്. നമ്മുടെ ഗ്രാഫ് വിൽ ബി ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. കാരണം എന്താണ്? x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ. എപ്പോഴും LPയുടെ പ്രോബ്ലം ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. ഇനി നമുക്ക് മറ്റ് രണ്ട് കൺസ്ട്രെയിൻസ് വരയ്ക്കാം. ആദ്യത്തെ കൺസ്ട്രെയിൻസ് ഏതാണ്? 2x1 plus x2 equal to 104. അപ്പൊ നമ്മൾ x1 0 കൊടുത്ത രണ്ട് പോയിന്റ് കണ്ടുപിടിക്കണം. x2 എത്രയായിരിക്കും? 104. x2 ന് 0 കൊടുക്കുക. x2 ന് 0 കൊടുത്താൽ 2x1 is equal to 104. അപ്പൊ x1 is equal to എത്രയായിരിക്കും? 52. അപ്പൊ നമുക്ക് കിട്ടുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. 0, 104 ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് ഏതാണ്? 52, 0. ഈ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതില് പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 20, ഇവിടെ നമുക്ക് 40, ഇവിടെ നമുക്ക് 60, ഇവിടെ നമുക്ക് 80, ഇവിടെ നമുക്ക് 100. ഇവിടെ നമുക്ക് ഇതുപോലെ 20, 40, 60, 80, then 100 മാർക്ക് ചെയ്യും. ആദ്യത്തെ പോയിന്റ് ഏതാണ്? 0, 104 ആണ്. അപ്പൊ 104 എന്ന് പറയുമ്പോൾ ഇവിടെ 100 കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത വാല്യൂ ഏതാണ്? 52, 0. 52, 0 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 50 വരും. അപ്പൊ ഏതാണ്ട് ഇവിടെ പോയിന്റ്. ഈ രണ്ട് ലൈൻ തമ്മിൽ വരയ്ക്കും. രണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഗ്രാഫിക്കുള്ള വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഈ ലൈനിന്റെ പേരെന്താണ്? 2x1
plus x2 is equal to 104. ഫസ്റ്റ് ലൈൻ വെച്ചു. ഇനി രണ്ടാമത്തെ ലൈൻ ഏതാണ്? രണ്ടാമത്തെ ലൈൻ x1 plus 2x2 equal to 76 ആണ്. അപ്പൊ x1 നമ്മൾ 0 കൊടുക്കാം. അപ്പൊ x2 സമയം എത്ര കിട്ടും? 76/2 38 വരും. x2 എന്നുള്ളത് 38 വരും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഏതാണ്? 038. ഇനി x2 ന് 0 കൊടുക്കാം. അപ്പൊ x1 എത്ര കിട്ടും? നമുക്ക് 76 കിട്ടും. അപ്പൊ 76 0. അടുത്ത പോയിന്റ് 76 0 എന്നാണ്. അപ്പൊ ആ പോയിന്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ 0 38. x1 വാല്യൂ 0 38. 38 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ 38. ഇനി 76 0. 76 0 എന്ന് അങ്ങനെ എഴുതാം. 76 0. 76 0. x1 76 x2 0. 76 എന്ന് പറയുമ്പോൾ ഇവിടെ 76 0. അപ്പൊ ഈ രണ്ട് ലൈനും കൂടി നമുക്ക് യോജിപ്പിക്കാം. ഈ ലൈനിന്റെ പേരെന്താണ്? x1 plus 2x2 equal to 76. ഇപ്പൊ രണ്ട് ലൈൻ നമ്മൾ വരച്ചു. 2x1 plus x2 വരച്ചു. x1 plus 2x2 76 നമ്മൾ വരച്ചു. ഇനി ഇതിന്റെ കോമൺ ഫീസിബിൾ റീജിയൻ രണ്ടും ലെസ് ദാൻ ഈക്വൽ ടു ആണ്. ഇതാവുമ്പോഴും ഇങ്ങോട്ടാണ്, ഇതാവുമ്പോഴും ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമാണ്. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഫീസിബിൾ റീജിയൻ, രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഫീസിബിൾ റീജിയൻ അതായിരിക്കും. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന ഫീസിബിൾ. ഇതാണ് നമ്മുടെ കോമൺ ഫീസിബിൾ റീജിയൻ. ഈ കോമൺ ഫീസിബിൾ റീജിയനിലെ കോർണർ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്യും. എ എന്നുള്ള പോയിന്റ് എന്താണ്? 0 0. ബി എന്നുള്ള പോയിന്റ് എന്താണ്? ബി എന്നുള്ള പോയിന്റ് ഇതാണ്. ഈ ബി എന്നുള്ള പോയിന്റ് ഇത് 38 ആണ് അല്ലെ? 38 ആണ്. അപ്പോ ഈ പോയിന്റ് ഇത് 52 ആണ്. ഈ പോയിന്റ് 52 ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് 52 0. ബി എന്നുള്ള പോയിന്റ് 52 0. 52 0 ആണ്. ഇനി ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 38 ആണ്. അപ്പൊ എ കിട്ടി, ബി കിട്ടി, ഡി കിട്ടി. ഇനി സി കിട്ടണം. സി എന്നൊരു പോയിന്റ് സെപ്പറേറ്റ് കിട്ടണം. അത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. 2x1 plus x2 equal to 104. അടുത്ത ഇക്വേഷൻ ഏതാണ്? x1 plus 2x2 equal to 76. ഈ രണ്ട് ലൈനും കൂടി കടന്നു പോകുന്ന പോയിന്റ് ഇതാണ്. അപ്പൊ ഈ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ 2x1 plus x2 equal to 104 ആണ്. സെക്കൻഡ് ഇക്വേഷൻ x1 plus 2x2 equal to 76 ആണ്. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2x1 plus 4x2 is equal to 26 12 7 14 15 152. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ 3x2 is equal to 152 104 നമുക്ക് കുറയ്ക്കാം. 152 104 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നത്? 48 വരും. കാരണം 8 4 12 4 5 152. 104 48 കൂട്ടുമ്പോൾ 152 വരും. അപ്പൊ x2 സമയത്ത് കിട്ടും നമുക്ക്. x2 ന്റെ വാല്യൂ 16. 48 3 16. x2 46 ആണെങ്കിൽ x1 എത്രയായിരിക്കും? x1 is equal to 76 minus 2 into 16. അതായത് 76 minus 32. 76 32 കുറച്ച് എത്ര കിട്ടും? 6 2 കുറച്ച് 4, 7 3 കുറച്ച് 44. അപ്പൊ ഈ പോയിന്റ് എന്താണ്? സി എന്നുള്ള പോയിന്റ് 44 16. x1 44, അതുപോലെ y1 എത്രയാണ്? 16. x1 44, x2 16.
ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ നാല് കോർണർ പോയിന്റ് എ ബി സി ഡി, ഈ 4 പോയിന്റും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുത്തിട്ട് ഇത് വാല്യൂസ് കണ്ടുപിടിക്കാം. ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ 0 0 0 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? Z is equal to 0 എന്ന് കിട്ടും. ഫസ്റ്റ് പോയിന്റ് 0 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. ഇനി അടുത്ത് ബി എന്നുള്ള വാല്യൂ എത്രയാണ്? 52 0 ആണ്. 52 0 കൊടുക്കും 6 × 52 പ്ലസ് 0. 6 × 52 എന്ന് പറയുമ്പോൾ എത്രയാണ്? 312. 6 × 12 6 × 30 312. ഇനി ബി കണ്ടു. സി എന്നുള്ള എത്രയാണ്? 44 16. അതായത് 6 × 44 പ്ലസ് 11 × 16. 6 × 44 എന്ന് പറയുമ്പോൾ എത്ര? 6 4 24 6 4 24 26 264. 11 × 16 എത്രയാണ്? 176. കൂട്ടി കഴിയുമ്പോൾ എത്ര കിട്ടുന്നത്? 264 176 കൂട്ടി കഴിയുമ്പോൾ 440. 6 4 10 7 8 6 14 2 3 4. ഇനി അടുത്ത ഡി എന്നുള്ള പോയിന്റ് ഏതാണ്? 0 38 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ 0. 6 × 0 പ്ലസ് 11 × 38. 11 × 38 നമുക്ക് എത്ര കിട്ടണേ? 418. അപ്പൊ നമുക്ക് 1 2 3 4 വാല്യൂസ് കിട്ടി. ഈ 4 വാല്യൂസിന്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 440. അപ്പൊ നമ്മുടെ മാക്സിമം വാല്യൂ എത്ര കിട്ടണേ? 44 16 എന്ന പോയിന്റിലെ മാക്സിമം വാല്യൂ നമുക്ക് എത്ര കിട്ടി? 440 കിട്ടി. അപ്പൊ therefore maximum value therefore maximum at 44,16 is എത്രയാണ്? 440. ഇതാണ് നമ്മുടെ ഫൈനാൻസ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ സോൾവ് ചെയ്ത് ഇതിനെ മാക്സിമൈസ് ചെയ്തപ്പോൾ ആ ഫംഗ്ഷന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം വാല്യൂ എത്ര കിട്ടിയത്? 540. ഇത് ഏത് പോയിന്റിലാണ്? 44 16 എന്ന പോയിന്റില് ഇതിന്റെ മാക്സിമം വാല്യൂ നമുക്ക് ലഭിച്ചു കേട്ടോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇതിന് എത്ര മാർക്കായിരുന്നു? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ നമുക്ക് 3 കാര്യങ്ങളാണ്. ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. ഇത് 3ഉം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുക. അപ്പൊ അതിലെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ x1 x2 എപ്പോഴും > 0 ആയതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. പിന്നെ നമുക്ക് 2 കൺസ്ട്രെയിൻസ് വരയ്ക്കണം. ആ 2 കൺസ്ട്രെയിൻസ് നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ രണ്ടും < ആയതുകൊണ്ട് താഴോട്ടാണ്, അപ്പൊ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കോമൺ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കോമൺ ഫീസിബിൾ. നമ്മുടെ ഗ്രാഫ് കൃത്യമായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിന് മാർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രാഫ് കൃത്യമായിട്ട് വരയ്ക്കണം. അതിന്റെ റീജിയനും കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. അങ്ങനെ റീജിയൻ, ഫീസിബിൾ റീജിയൻ, കോമൺ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്തതിനു ശേഷം ഇതിന്റെ കോർണർ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. അങ്ങനെ കോർണർ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ എ എന്ന കോർണർ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുപോലെ ബി എന്നുള്ള കോർണർ പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുപോലെ ഡി എന്നുള്ള കോർണർ പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ സി എന്നുള്ള കോർണർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് സിയിലൂടെ കടന്നു പോകുന്ന 2 ലൈൻ, ഈ ലൈനും കടന്നു പോകുന്നുണ്ട്, ഈ ലൈനും കടന്നു പോകുന്നുണ്ട്. ആ 2 ലൈനും കൂടി സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? സി കിട്ടുക. അപ്പൊ അങ്ങനെയാണ് സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയത്? 44 16. അപ്പൊ സി എന്നൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നമുക്കത് സോൾവ് ചെയ്ത് ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആക്സിസിൽ നോക്കി കിട്ടും. അതിനുശേഷം 4 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പോയിന്റും നമ്മൾ എവിടെ കൊടുക്കണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 0 കിട്ടി, ബി എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 312 കിട്ടി, സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 440 കിട്ടി, ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 418 കിട്ടി. ഇത് ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 440. ആ 440 കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1 x2 എത്രയാണ്? 44 16. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. അങ്ങനെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഈ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ റെഫർ ചെയ്യുക, പഠിക്കുക കേട്ടോ. ഓക്കെ, ശരി.